ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗസ് വിഷന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ ചോറും കറികളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെ ചോറ് ഏകദേശം വേകാറായിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി വെക്കണം. അപ്പൊ നമുക്ക് കറി വെക്കാനായിട്ട് പോകാം. അപ്പൊ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് വേവാറായതേ ഉള്ളൂ. ഇത് രണ്ടാമത് വെച്ചത് അതിപ്പോ രണ്ടാമത്തെ നേരത്തെ ഞാൻ പെട്ടെന്ന് വേവാറായെന്ന് പറഞ്ഞ് വിറവെല്ലാം മാറ്റിയായിരുന്നു. പിന്നെ കത്തിച്ചില്ലായിരുന്നു. കനലി കിടന്ന് വേവെന്ന് വെച്ച് വെന്തില്ല. അങ്ങനെ ഒരു വിറവും കൂടെ വെച്ച് കൊടുത്തത്. ഇന്ന് ഉച്ചത്തേക്ക് കറിക്കായിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കാച്ചിലാണ്. അപ്പൊ ഇന്നാള് കാച്ചിൽ കറി വെക്കുന്നത് ഇന്നാള് വെച്ച് നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴും വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇന്നാൾ അവിച്ചതിന്റെ ബാക്കി കുറച്ച് കാച്ചിലാണ്. അപ്പൊ അത് ഇന്നൊരു കറി വെക്കാന്ന് വിചാരിച്ചു. കാച്ചില് കറിക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു കുക്കറിലിട്ട് ഒന്ന് ഫിസിലേപ്പിച്ച് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, ഇനി നമുക്കൊരു തോരൻ കൂടി വെക്കണം കേട്ടോ. നമ്മുടെ കുക്കറിൽ നമ്മുടെ കാച്ചിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വെന്ത് വരണ സമയം കൊണ്ട് നമുക്കൊരു തോരൻ വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിന്ന് തോരത്തിനായിട്ട് എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ 2 ചെറിയ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അതിലൊരു സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ മീനുക്കുട്ടി ഈ സമയത്ത് സ്കൂളിലാണ്. അപ്പോൾ ചില മീനുക്കുട്ടി ഇഷ്ടമുള്ള ആളുകൾ ചിലപ്പോൾ ചോദിക്കും മീനുക്കുട്ടി എവിടെയെന്ന്. അവൾ സ്കൂളിൽ പോയിരിക്കുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് അവളെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കാത്തത് കേട്ടോ. കരിവേപ്പില ഇല്ല. കരിവേപ്പില പിന്നെ എടുത്തിടാം. വെളിയിൽ നിന്ന് എടുത്തിടാം കേട്ടോ. എണ്ണ ഒഴിച്ച് കടുവിട്ട സമയത്താണ് കരിവേപ്പില അകത്തില്ല എന്ന് ഓർത്തത്. അതുകൊണ്ട് നമുക്ക് കരിവേപ്പില പിന്നീട് ഇട്ട് കൊടുക്കാം. കരിവേപ്പില എടുത്തുകൊണ്ട് വരാൻ വന്നതാണ് കേട്ടോ. കരിവേപ്പില ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാം. നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് കരിവേപ്പില എടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സിലിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ. നമ്മുടെ തോര അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാം. നമ്മുടെ കാച്ചിൽ കറിയാണ് ഇനി എടുത്ത് വെക്കുന്നത്. ചീനച്ചട്ടി വെച്ച് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വീട്ടി അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു സവാളയാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. സവാള നല്ലതുപോലെ വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടിയും കൂടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അതെന്താ മുളക് പൊടി ഇട്ടെന്ന് പറയുന്നത്? കുറഞ്ഞു ഇട്ടില്ലല്ലോ. ഇതെല്ലാം നമുക്ക് ആ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം വീട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാച്ചിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വെന്ത് ഉടഞ്ഞു പോയി കേട്ടോ കാച്ചിൽ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെന്ത് ഉടഞ്ഞെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും നമുക്കൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പം എന്താ, നമ്മുടെ കറി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വെച്ച് നോക്കണേ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നമ്മൾ കാച്ചിൽ അവിച്ചിട്ടൊക്കെ ബാക്കി വന്നാൽ നമുക്ക് പിറ്റേന്ന് ഇതുപോലൊരു നല്ല കറിയെ ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തട്ടോ. തീ ഓഫ് ചെയ്തു. അപ്പോൾ കറിയും റെഡിയായി. ഈ സമയത്ത് നമ്മുടെ ചോറ് നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വടിച്ച് കമഴ്ത്തി വെക്കുകയാണ്. നമ്മൾ ഇവിടെ തന്നെയാണ് പാത്രം കഴുകുന്നതും വെക്കുന്നതും പാത്രം കഴുകാനുള്ള വെള്ളം വെക്കുന്നതും നമ്മളെല്ലാം ഇവിടെ തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്ലാബ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ കുറച്ച് പാത്രമൊക്കെ ഇനി കഴുകാനായിട്ടുണ്ട്. എന്നിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് ചോറ കഴിച്ചിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനായിട്ട് കേട്ടോ.
അപ്പോൾ അത് നമ്മുടെ ചോറിന് ഇനി ഒരു മുട്ട കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ടയും കുറച്ച് സവാളയും ഒരു പച്ചമുളകുമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് കൂടി പൊരിച്ചെടുത്താൽ നമുക്ക് ചോറിനുള്ള കറികളെല്ലാം ആവും, ചോറും കഴിക്കാം. ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം ചോറ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കാച്ചിൽ കറിയും തോരനും മുട്ടയും പിന്നെ മാങ്ങാച്ചാറും കൂടി ഉണ്ട് കേട്ടോ. മാങ്ങാച്ചാറ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴിച്ചിട്ട് കാണാമേ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായി ജസ്റ്റ് ഇവിടെ ഒന്ന് കഴുകിയിട്ട് ഇനി രാത്രി നല്ല രീതിക്ക് കഴുകിയിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നീട് ഈ പാത്രം തോരുമ്പോൾ പിന്നീട് പിറക്കി ഒതുക്കി വെക്കുക. ഇതിപ്പോൾ വെള്ളം തോരാനായിട്ട് അവിടെ വച്ചിരിക്കുന്നതാണ്. ഗ്യാസിൻ്റെ അവിടെയും നമ്മൾ പാചകം ചെയ്തതെല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് പച്ചരിയും ഉഴുന്നും വെള്ളത്തിടണം കേട്ടോ, ദോശ ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പച്ചരി ഉഴുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് കഴുകി വെള്ളത്തിലിടണം. നിങ്ങളൊക്കെ അവിടെ എങ്ങനെയാണ് കൂട്ടുകാരെ? ഈ നല്ല വെയിലാണോ? നമ്മളിവിടെ നല്ല വെയിലാണ് കേട്ടോ. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നല്ല വെയിലാണ്. ഈ സമയത്ത് സ്റ്റാൻഡിലൊന്നും പോയി കിടക്കാൻ വയ്യ എന്നാണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ചേട്ടൻ ഈ സമയത്ത് ചോറൊക്കെ കഴിച്ചിട്ട് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അടുത്ത് ജോലിക്ക് പോകാനായിട്ട് പോവേണ് ചേട്ടാ. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.